ഇന്ന് ബഹുമാനപ്പെട്ട ഈ കർണാടക ഹൈക്കോടതിയില് ഈ എക്സാലോജിക് സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് ഈ അന്വേഷണം സ്ക്വാഷ് ചെയ്യണം. അവർ അതിനകത്ത് സാങ്കേതികത്വത്തിലാണ് നിൽക്കുന്നത്. എന്താ, ഒരു കേസിൽ 2 അന്വേഷണം പാടില്ല. ഇവര് എന്തുകൊണ്ട്, ഇവർക്ക് ആർജവത്വം ഉണ്ടെങ്കിൽ ഇവരവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഞങ്ങളെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ വീണയുടെ ഉന്നതങ്ങളിലുള്ള പിടിപാട്, ആ ഉന്നതങ്ങളിലുള്ള പിടിപാടിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഞങ്ങളെ വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായതിനാൽ എഴുതി തള്ളണമെന്നല്ല അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 കേസും നമ്മൾ ഒരിക്കലും ഒരു കമ്പാരിസൺ ഇല്ല. മുഖ്യമന്ത്രി പലതവണ നിയമസഭയിൽ പറഞ്ഞത് എന്താ, മടിയിൽ കനമുള്ളവൻ ഭയപ്പെട്ടാൽ മതി. പക്ഷെ ഈ പറയുന്ന കർണാടക ഹൈക്കോടതിയിലെ എക്സാലോജിക്കിന് വേണ്ടി അവരുടെ അഭിഭാഷകൻ വാദിച്ചതും അവരവിടെ കൊടുത്ത സത്യവാങ്മൂലവും, കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് അവരത് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? സാങ്കേതികത്വങ്ങളിൽ ഊരി അല്ലെ സാങ്കേതികത്വങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അവർ തെറ്റ് ചെയ്തില്ലെന്നോ അവർ കുറ്റക്കാരല്ലെന്നോ അവർ വാദിക്കുന്നില്ല. ഇവിടെ അവർ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്താ, ഇവിടെ പറയുകയുണ്ടായി. എന്താ, ഈ പറയുന്ന കമ്പനീസ് ആക്ട് പ്രകാരം അതിന്റെ 210 വകുപ്പ് പ്രകാരം ഈ പറയുന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുകയാണ് ഓൾറെഡി. അപ്പോൾ ആ നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം ഈ പറയുന്ന SFIO രണ്ടാമതൊരു അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഒരു കേസിൽ തന്നെ 2 അന്വേഷണം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. അതിനാൽ ഈ പറയുന്ന കേസ് സ്റ്റേ ചെയ്യണമെന്നല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ കേസ് റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രഥമ ദൃഷ്ടിയ ടൈം ഓഫ് ഫേസ് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവരവിടെ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു. ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ശുദ്ധമാണെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നില്ല, മുഖ്യമന്ത്രി 2 കൈയും ആകാശത്തേക്ക്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന CPM-ന്റെ ഒക്കെ നേതാക്കൾ ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയാൻ ഭയപ്പെടുമ്പോൾ ഇതേ വിജയൻ തന്നെയാണ്. എന്താ, വിജയൻ നിയമസഭയിൽ നിലപാടെടുത്താൽ മതിയായിരുന്നു, എനിക്കതുമായി ഒരു ബന്ധവുമില്ല, മകളുടെ കമ്പനി അത് അന്വേഷണം നടക്കട്ടെ. പക്ഷേ എന്താ, ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ മുൻകൂർ ജാമ്യം എടുക്കുക. എന്താ, എന്റെ കരങ്ങൾ ശുദ്ധമാണ്, മടിയിൽ കനമുള്ളവൻ ഭയപ്പെട്ടാൽ മതി. മുഖ്യമന്ത്രിയുടെ വലിയ എന്താ ഈ അല്ല പ്രൊഫസർ റോണി, ഒരു കാര്യം കൂടി, അതായത് CPM സംസ്ഥാന സമിതിയാണ് വീണയ്ക്ക് വേണ്ടി വീണയുടെ വക്കാലത്തുമായിട്ട് വന്നത് അവതരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകൾ അവര് പാർട്ടിയിലെ അംഗമൊന്നും അല്ല. അത് വളരെ വ്യക്തമല്ല. ഇനിയും വേണ്ട, ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ വിലാസം എന്താ, അതും AKT സെന്ററുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നം. അപ്പോൾ തന്നെ ഇത് വളരെ പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ്. എന്താ, ഇതൊരു കടലാസ് കമ്പനിയാണ്. അന്വേഷണം പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വളരെ അവർ ഉന്നയിച്ചിരിക്കുന്ന ഇഷ്യൂ അത് എന്ന് പറയുന്നത് ടെക്നിക്കലി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. കാരണം ഒരു കേസിൽ സുപ്രീം കോടതിയിൽ തന്നെ പിന്നെ വിധികൾ വന്നിട്ടുണ്ട്, ഒരു കേസിൽ തന്നെ 2 അന്വേഷണം സാധ്യമാണോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ജഡ്ജി അത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അവര് സാങ്കേതികത്വത്തില് പിന്നെ ഊന്നി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ അത് തന്നെയാണ് ഈ പറയുന്ന KSIDCക്ക് ഇന്ന് കേരള ഹൈക്കോടതിയിലും കിട്ടി തിരിച്ചടി. കേരള ഹൈക്കോടതി മുഖം അടച്ചാണ് അടി കൊടുത്തിരിക്കുന്നത്. കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? KSIDC പറയുന്നു, ഞങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്, ഞങ്ങൾ വളരെ സദുദ്ദേശപരമായി സമൂഹത്തിൽ വലിയ അഭിപ്രായമുള്ള കമ്പനിയാണ്, പക്ഷെ അന്വേഷണത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ചെളിവാരിത്തേക്കൊണ്ട് ശ്രമിക്കുക. ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ച ചോദ്യം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി KSIDCയോട് ചോദിച്ച ചോദ്യം ഈ വീണ തൈക്കണ്ടയിലെ കേസിലും പ്രസക്തമാണ്. എന്താണെന്നറിയോ? സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടത്തി നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമാണ്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ലേ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ മാന്യതയ്ക്ക് നല്ലത്? അതല്ല സത്യം. അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടുന്നതാണോ അതോ സത്യസന്ധമായ അന്വേഷണം നടത്തി ഞങ്ങളുടെ കാര്യങ്ങൾ ശുദ്ധമാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണോ? ഇവര് ഈ പറയുന്ന അല്ലെങ്കിൽ CP ഇന്ന് വീണ വിജയന് വേണ്ടി വീണ തൈക്കണ്ടത്തിന് വേണ്ടി വക്കാലത്തെടുത്തിരിക്കുന്ന CPM ആണല്ലോ. CPM ഈ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഒരു 1000-ലൊന്ന് അംശം ഇത് ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് ഇവർക്ക് നിലപാടെടുത്തുകൂടാ? ഇനി കേന്ദ്ര ഏജൻസികൾ ഈ വീണ തൈക്കണ്ടത്തിനെ രാഷ്ട്രീയ പ്രേരിതമായി കേസിൽ പെടുത്തുകയാണെങ്കിൽ, ഇവിടെ മേൽക്കോടതികളുണ്ടല്ലോ, തെളിവില്ലാത്ത കേസാണെങ്കിൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ പോയി ഊരിപ്പോരാമല്ലോ. അതിനു പകരം ഇവര് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ഇന്നത്തെ ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി എന്ന് പറയുന്നത് വീണ വിജയൻ, കാരണം ആ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. അതിൽ നമുക്ക് സാധാരണ ഒരു കമ്പനി ആണെങ്കിൽ 8-10 ഡയറക്ടർമാരെങ്കിലും കാണും. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട്, ഞാൻ ഒരു കോളേജ് അധ്യാപകന, ഒരിക്കലും ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ
4/1 പോലും എനിക്ക് പെൻഷൻ കിട്ടത്തില്ല. ഇവിടെ 67 ലക്ഷം 70 ലക്ഷം രൂപയാണ് വീണ വിജയന്റെ അമ്മയായിട്ടുള്ള യു പി സ്കൂൾ അധ്യാപിക കേട്ടോ. എന്നെ പഠിപ്പിച്ചതാ. 5 മുതൽ 7 വരെ എന്നെ പഠിപ്പിച്ച ടീച്ചറാ. അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ പെൻഷനും ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ കൂട്ടിയാലും ഒരിക്കലും ആ തുക കിട്ടത്തില്ല. ഇനി അത്രയും തുക മകൾക്ക് കൊടുത്ത് സഹായിച്ച അമ്മ ഈ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലില്ല. അമ്മ ഇത്രയും കാശ് മകൾക്ക് വേണ്ടി, ഇത്രയും രൂപ മകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മ കൂടി ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ വരണം. ഇതൊന്നുമില്ല. ആകെപ്പാടെ മകള് മാത്രമേ ഉള്ളൂ, വീണ തൈക്കണ്ടയിൽ മാത്രമേ ഉള്ളൂ ഈ കമ്പനിയുടെ ഏക ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കമ്പനി മീൻസ് വീണ തൈക്കണ്ടയിൽ. അപ്പോൾ വീണ തൈക്കണ്ടയിൽ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ പ്രഥമ ദൃഷ്ടിയാ തന്നെ അവര് ഈ കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് മറച്ചു വെക്കാനുണ്ടെന്നും മൂടി വെക്കാനുണ്ടെന്നും അവർ അന്വേഷണത്തെ ഭയപ്പെടുന്നെന്നും ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം എങ്ങനെ അട്ടിമറിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് എന്നുകൂടി വളരെ കൃത്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. ഈ രണ്ട് ഹൈക്കോടതി വിധിയും സംശയത്തിന് ഒരു ലെവലേശം പോലും ഇല്ലാതെ ഈ അഴിമതിയിലേക്ക്, ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിലേക്ക് കൃത്യമായി തന്നെ ഈ രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതികൾക്കും, കേരള ഹൈക്കോടതിക്കും കർണാടക ഹൈക്കോടതിക്കും പ്രൈമാ ഫേസിയ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസിൽ, അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ പറയുന്ന ഈ SFIയോടല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ ഈ രേഖകൾ ഈ പറയുന്ന വീണ വിജയന് നൽകാൻ വേണ്ടി SFIയോടല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്, മറിച്ച് എക്സാലോജിക്കിനോട്. നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കേസില് ഈ എക്സാലോജിക്ക ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ SFIയോട് ഞങ്ങൾക്ക് നൽകണം, ഈ കമ്പനിക്ക് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ SFIക്ക് നൽകണമെന്നാണ് തിരിച്ചാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. കോടതിക്ക് അത് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ ഈ കേസ് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് എക്സാലോജിക്ക ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും മുഴുവൻ രേഖകളും SFIക്ക് കൈമാറണമെന്ന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.